ബാർകോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് അടക്കെയാണ് എം.പി. രാജേഷിന്റെ തൃത്താലയിലെ എം.എൽ.എ. ഓഫീസിലേക്കാണ് മാർച്ച്. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. ബാർകോഴ ആരോപണത്തിലാണ് എം.പി. രാജേഷിന്റെ എം.എൽ.എ. ഓഫീസിലേക്ക്, തൃത്താലയിലെ എം.എൽ.എ. ഓഫീസിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. പോലീസ് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. ഇക്ബാൽ അറക്കൽ വിശദാംശങ്ങളുമായി. ഇക്ബാൽ, എന്താണ് പ്രതിഷേധം? ഇന്നലെ ഈ ബാർകോഴ വിവാദം ആരംഭിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം നടത്തിയിരുന്നത്. ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ മദ്യനയത്തിൽ ഇളവുകൾ കൊണ്ടുവരാൻ വേണ്ടി ഈ ബാർ ഉടമകൾ പണം പിരിവ് നടത്തിയതിന് പിന്നാലെ തന്നെ ഈ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷിനെതിരെയുമാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാക്കൾ ആരോപണം ഉയർത്തിയിരുന്നത്. എക്സൈസ് മന്ത്രിയായ എം.പി. രാജേഷെ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് K. സുധാകരൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നലെ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം.പി. രാജേഷിന്റെ തൃത്താല ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം.പി. രാജേഷിന്റെ ഈ തൃത്താലയുള്ള ഈ ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ കൂറ്റനാട് ജംഗ്ഷനിൽ നിന്ന് ഈ ഓഫീസിന് സമീപത്തേക്ക് എത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ച് തടയുകയായിരുന്നു. നിലവിൽ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇപ്പോൾ ഈ ഒരു റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പ്രവർത്തകർ കടന്നിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് നമ്മളോടൊപ്പം ചേരുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇത്ര കടുപ്പിക്കാൻ കാരണം? തൃത്താലയ്ക്ക് തന്നെ അപമാനമാകുന്ന വിധത്തിൽ 25 കോടി രൂപ ബാർ മുതലാളിമാരിൽ നിന്നും കൈക്കൂലി വാങ്ങിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. ഒരു നിമിഷം പോലും ധാർമ്മികതയുണ്ടെങ്കിൽ മന്ത്രിയായി തുടരാൻ അവകാശമില്ല. രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സൂചനാ സമരമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമരങ്ങൾക്ക് മന്ത്രി കണ്ണ് അടയ്ക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സമരത്തിന്റെ ഭാവം മാറ്റി നിരവധിയായ ദിവസങ്ങളിൽ വരും നാളുകളിൽ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. നികേഷ്, ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് സർക്കാരും അതുപോലെ തന്നെ CPM ആവർത്തിച്ച് പറയുമ്പോഴും പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ രാവിലെ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം.പി. രാജേഷിന്റെ ഈ തൃത്താലയുള്ള കൂറ്റനാടുള്ള ഈ ഒരു ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലും എം.പി. രാജേഷിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നുണ്ട്. എം.പി. രാജേഷ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകുന്നവരെ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും പ്രതികരിക്കുന്നത്. തൃത്താലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എം.പി. രാജേഷിന്റെ എം.എൽ.എ. ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു നേരത്തെ. ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാർകോഴ ആരോപണത്തിൽ എം.പി. രാജേഷിന്റെ രാജി കഴിഞ്ഞ ദിവസം തന്നെ UDF ആവശ്യപ്പെട്ടിരുന്നു. എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ എം.എൽ.എ. ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. ഒരു പ്രധാന കാര്യം, ബാറുകൾക്ക് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത K. മാണി സാർ, അദ്ദേഹം കോഴ വാങ്ങിയെന്ന് ആരോപിച്ചുകൊണ്ട് ഈ കേരള നാട്ടിൽ നടത്തിയ CPM-ഉം LDF നടത്തിയ ബുക്കിംഗെല്ലാം നമ്മൾ കണ്ടതാണ്. ഇന്ന് അതേ ഭരണകക്ഷിയായിട്ടുള്ള LDF-ന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരും അതിന്റെ മന്ത്രിയും ബാറുകളുടെ നടത്തിപ്പിന് വേണ്ടി 900-ഓളം ബാറുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ആ 900-ഓളം ബാറുകളിൽ നിന്നും എം.പി. രാജേഷിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.